ഈ സുദിന മുഹൂർത്തം ലക്ഷ്യമാക്കി രാവിലെ 11 മണി തൊട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട ഈ സ്കൂളിലെ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, ടീച്ചേഴ്സ് എല്ലാവരോടും ഇത്രയും താമസിച്ചാല്, അതായത് മന്ത്രി വന്നിറങ്ങിയപ്പോ തൊട്ട് ഇതുവരെയുള്ള പല പരിപാടികളിലും സമയം താമസിച്ചുകൊണ്ടാണ് ഇത്രയും ലേറ്റാകാൻ സാഹചര്യം. എല്ലാവരും കുറച്ചു നേരം കൂടെ ക്ഷമയോടെ ഇരിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ കടമയിലേക്ക് എടുക്കുകയാണ്. സമയം പോയതുകൊണ്ട് കൂടുതലായിട്ട് ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. നമ്മുടെ ഈ സ്കൂൾ കെട്ടിടം ഉദ്ഘാടനവും അതിനോടനുബന്ധിച്ച് നമ്മുടെ സ്കൂളിന്റെ 10ാമത് വാർഷികവുമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി മിനിറ്റുകളിൽ ഇവിടെ ആടമറിച്ച് ചെയ്തിരിക്കുന്നു. ഇനി അദ്ദേഹം നിങ്ങളോട് വളരെ മനോഹരമായി സംസാരിക്കുന്നതാണ്. ഈ ചടങ്ങിന് ഇവിടെ എത്തിച്ചേരാമെന്ന് പറയുകയും നമ്മുടെ ആഗ്രഹമനുസരിച്ച് ഇവിടെ എത്തിച്ചേരുകയും ചെയ്ത എത്രയധികം തിരക്കുണ്ടെങ്കിലും 1-2 പ്രോഗ്രാം മാറ്റിവെച്ച് ഈ മാസത്തിൽ തന്നെ നമുക്ക് 2ാമത്തെ ഡേറ്റ് മാറ്റി വെച്ചാലും നമ്മുടെ ഈ ചടങ്ങിൽ സംബന്ധിക്കണമെന്ന് അദ്ദേഹത്തിന് ഞാൻ അവിടെ ചെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. എന്തായാലും വളരെ മനോഹരമായി ഇവിടെ എത്തിച്ചേർന്ന് ഈ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നതിന് നമ്മുടെ കേരളത്തിന്റെ പ്രിയങ്കരനായ ആഭ്യന്തരമന്ത്രി, ആദരണീയനും അനിശ്ചിതനുമായ ആഭ്യന്തരമന്ത്രി ശ്രീമതി രമേശ് ചെന്നിത്തല അവരെ നിങ്ങളേവർക്ക് വേണ്ടിയും ഈ സ്കൂളിന് വേണ്ടിയും ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ വേദിയിൽ അധ്യക്ഷം വഹിക്കാമെന്ന് നേരിട്ടത് നമ്മുടെ പ്രിയപ്പെട്ട MLA ആണ് ഈ ചന്ദ്രശേഖരൻ MLA. അദ്ദേഹം ആദ്യത്തെ നമ്മുടെ ഡേറ്റ് കറക്റ്റായിട്ട് അംഗീകരിച്ചു. 2ാമത്തെ ഡേറ്റ് അദ്ദേഹം എത്താൻ പറഞ്ഞാണ്. ഒരു 12 വരെ അദ്ദേഹം എത്തും എന്ന പ്രതീക്ഷയിൽ നമ്മൾ കാത്തിരുന്നു. എങ്കിൽ തന്നെ അദ്ദേഹത്തിന് നേരത്തെ ബുക്ക് ചെയ്ത മറ്റു പല പരിപാടികളുള്ളതുകൊണ്ട് അദ്ദേഹം മിനിസ്റ്ററോട് തന്നെ പറഞ്ഞിട്ട് പ്രോഗ്രാം മറ്റു പരിപാടിക്ക് പോയതാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല എങ്കിലും ഈ നമുക്ക് ഏവർക്ക് വേണ്ടിയും സെന്റ് എലിസബത്ത് ഗവൺമെന്റ് സ്കൂളിന് വേണ്ടിയും അദ്ദേഹത്തെ ഞാൻ ആദരമായി സ്വാഗതം ചെയ്തു. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഈ യോഗത്തിൽ ഔദ്യോഗിക വേണ്ടി അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട കൊറോനാപ്പള്ളി വികാരത്തിനാണ്. അച്ഛനെ കുറിച്ച് ഞാൻ കൂടുതൽ നിങ്ങളെ ആരും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനാണ്. എന്നാലും അദ്ദേഹവും 11 തൊട്ട് നമ്മുടെ ഈ ചടങ്ങ് സന്ദർശിക്കപ്പെടുന്നതിന് വേണ്ടി ഇവിടെ കാത്തിരിക്കുകയാണ്. ഈ അച്ഛനാണ് നമ്മുടെ ഈ ചടങ്ങിന്റെ ഇപ്പോഴത്തെ അധ്യക്ഷ അലങ്കരിക്കുന്നത്. അച്ഛനെ ഞാൻ നിങ്ങളേവർക്ക് വേണ്ടിയും സ്കൂളിന് വേണ്ടിയും ഹാർദവമായി സ്വാഗതം ചെയ്യും. അതുപോലെ അടുത്തതായിട്ട് സ്വാഗതത്തിന് അർഹതപ്പെട്ടത് നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതനും ഏതാണ്ട് 30 വർഷത്തോളം കാലമായി കാസർഗോഡ് ജില്ലയിൽ മാത്രം പൊതുപ്രവർത്തനം നടത്തി സേവന രംഗത്ത്
MLA ആയിട്ടും DCC പ്രസിഡന്റ് ആയിട്ടും ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ PN പണിക്കർ ഫൗണ്ടേഷന്റെ ചെയർമാനൊക്കെ ആയിട്ട് പിന്നെ ഈ ജില്ലയിലെ എല്ലാ ഭാഗങ്ങളിലും ഏത് സമയത്ത് ചേർന്ന നമ്മുടെ പൊതുപ്രവർത്തകരും എന്റെ കാലാകാലമായിട്ടുള്ള സുഹൃത്തുമായ ശ്രീമാൻ KP കുഞ്ഞിക്കണ്ണൻ ex-MLA അവர்களാണ്. അദ്ദേഹവും ഈ മിനിസ്റ്ററുടെ പരിപാടി പ്രോഗ്രാം ചെയ്യുന്നതുകൊണ്ട് തിരുവനന്തപുരത്ത് വെയിറ്റ് ചെയ്ത് ഞാനവിടെ ചെല്ലുന്ന നോക്കി നിന്ന് നമുക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തതാണ്. മിനിസ്റ്റർ കോട്ട് ഇവിടെ എത്തിയെന്ന് പറഞ്ഞു. ഈ ചടങ്ങിന് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹവും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ആർദ്രമായി സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ അടുത്ത വേദിയിലിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരനാണ്. അദ്ദേഹത്തെ നിങ്ങൾക്കാർക്ക് ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. പൊതുമേഖലാ രംഗത്തും വക്കീൽ എന്ന നിലയിലും കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു പ്രഗത്ഭ അഡ്വക്കേറ്റും ഈ ജില്ലയിലെ ഒരു നല്ല സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിനെയും ഞാൻ ഈ സ്കൂളിന് വേണ്ടിയും നിങ്ങൾ കേരളത്തിന് വേണ്ടിയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യും. അടുത്തതായിട്ട് സ്വാഗതത്തിന് അർഹതപ്പെട്ട് നമ്മുടെ സ്റ്റേജിന്റെ പിന്തുണയില് അങ്ങേയറ്റത്തിരിക്കുന്നത് ഈ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഉറക്കത്തിൽ ചോദിച്ചാലും അറിയാവുന്ന നമ്മുടെ ഈ സെന്റ് എലിസബത്ത് ഗവൺമെന്റ് സ്കൂൾ എന്ന് പറയുന്ന ഇതിന്റെ ഇന്ത്യയിലെ ആസ്ഥാനം ഇൻഡോറിലാണ്. ഇൻഡോറിൽ നിന്നും അവര് കഴിഞ്ഞ ആഴ്ച മിനിസ്റ്ററുടെ പ്രോഗ്രാം 14-ാം തീയതി എന്നുള്ള രീതിയിൽ അദ്ദേഹം പ്ലെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഇവിടെ ക്യാൻസൽ ചെയ്തു. അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങൾ ആ പരിപാടി മിനിസ്റ്റർ വരുമ്പോൾ നടത്തിക്കോ, ഞാൻ വേണം. അപ്പൊ ഞാൻ പറഞ്ഞു അതല്ല, ഇന്ത്യയിലുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും എലിസബത്ത് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മൊത്തം മാനേജർ അവരാണ്. അവരുടെ ഒറ്റ കഴിവാണ് ഇതിന്റെ ആസ്ഥാനം നിന്നും നമ്മളുടെ ഈ കേരളത്തില് കാസർഗോഡ് ജില്ലയുടെ കിഴക്കൻ മേഖലയില് വെള്ളരക്കുണ്ട് താലൂക്ക് ആസ്ഥാനത്ത് ഇങ്ങനെ ഒരു സ്കൂൾ വേണമെന്നും ഇവിടെ ഇന്ത്യയിലെ സൗകര്യം വേണമെന്നും PTA കമ്മിറ്റിയുടെ പ്രതിനിധി പ്രസിഡന്റ് എന്ന രീതിയിൽ ഞാൻ അവരോട് ഒരു 4-5 കൊല്ലം മുമ്പ് ആവർത്തിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങളെല്ലാം ഇതും ചെയ്തു തരികയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാമെന്ന്. അപ്പൊ അവരെന്തായാലും ആത്മാർത്ഥമായിട്ട് വാക്കുകൾ പാലിച്ചു. കോടിക്കണക്കിന് രൂപ ഇവിടെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് നമ്മളുടെ നാട്ടിലെ കുട്ടികളെ പഠിപ്പിക്കുന്നതിനും അവരുടെ ഉന്നമനത്തിനും വളർച്ചയ്ക്കൊക്കെ വേണ്ടി വളരെയധികം ത്യാഗവും സേവനവും ചെയ്തു. അവരെ ഞാൻ ആത്മാർത്ഥമായിട്ട് ഇന്ത്യയിൽ അതായത് ഇന്ത്യ മഹാരാജ്യത്തിലെ എലിസബത്ത് ഗവൺമെന്റ് പ്രസ്ഥാനത്തിന്റെ മാനേജർ എന്ന നിലയിൽ അവരോട് എനിക്ക് സ്നേഹവും നന്ദിയും എല്ലാം ഉണ്ട്. അതെല്ലാം ഈ ആവശ്യം പഠിപ്പിച്ചുകൊണ്ട് ആർദ്രമായി നിങ്ങൾക്ക് ഏവർക്കും സെന്റ് എലിസബത്ത് സ്കൂളിന് വേണ്ടി ഞാൻ അവരെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് സ്വാഗതത്തിന് അർഹതപ്പെട്ടത് 10-12 വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്കൂൾ തുടങ്ങിയിട്ട് 10ാമത്തെ കൊല്ലമാണ്. അതിനെ 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഈ വെള്ളരക്കുണ്ട് ടൗണിൽ വന്ന് ഇങ്ങനെ ഒരു സ്ഥാപനത്തിന് വേണ്ടി സ്ഥലം കണ്ടെത്തി അന്ന് ഇവിടെ ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ താമസിച്ചുകൊണ്ട് രാവിലെ ഒരു കുപ്പി വെള്ളവുമായി ഇവിടെ വന്ന് പിന്നെ ഇവിടെ നിന്ന് വൈകുന്നവരെ പഠിക്കാരുടെ കൂടെ വന്ന് ഇതെല്ലാം ചെയ്യിച്ച് ഇത്രയും ഒരു ഉന്നമനത്തിലെത്തിച്ച് 10 വർഷം നേരിടുകയും അവര് വളരെയധികം സന്തോഷത്തിലാണ്. അവരന്ന് തൊട്ട് ഇന്നുവരെ നമ്മുടെ കൂടെയുണ്ട്. ഈ സ്കൂളിന്റെ മാനേജറും പിന്നെ എല്ലാമായിരുന്ന സിസ്റ്റർ റീസയാണ്. അവരെ ഞാൻ നിങ്ങൾ ഏവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് സ്വാഗതത്തിന് അർഹതപ്പെട്ടത് നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന പിന്നെ നമ്മുടെ വാർഡ് മെമ്പർ ടോമി വട്ടക്കാട്ട്, ഈ വളാൽ ഗ്രാമപഞ്ചായത്തിന്റെ ഈ വാർഡിൽ പ്രതിനിധിക്കുന്ന മെമ്പറാണ്. അദ്ദേഹത്തെ ഞാൻ നിങ്ങൾ ഏവർക്കും വേണ്ടി ഗൗരവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇവിടെ എത്തിയിരിക്കുന്ന വളാൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റീന ബിജുവാണ്. അവരെയും നിങ്ങൾ ഏവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന തൊട്ടടുത്ത പഞ്ചായത്ത് കിടാനൂർ കേന്ദ്രം ഗ്രാമപഞ്ചായത്ത് നമ്മുടെ തൊട്ടടുത്ത വാർഡായ ശ്രീ ബാബു ഗോകുലോടാണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇവിടെ എത്തിയിരിക്കുന്ന മുസ്ലിം ലീഗ് വളാൽ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി AC ലത്തീഫ്, അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ വേദിയിലുള്ള കേരള കോൺഗ്രസിന്റെ
വളാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു കുറിശ്ശേരി, അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ വേദിയില് നമ്മുടെ വളാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരായ പ്രസിഡന്റ് ശ്രീമാൻ തങ്കച്ചൻ തോമസ് ഇരിപ്പുണ്ട്. അദ്ദേഹത്തെ ഞാൻ നിങ്ങളേവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ സ്കൂളിന്റെ എല്ലാ കാര്യത്തിലും എല്ലാ ഉന്നമനത്തിനും വേണ്ടി 24 മക്കളും രക്ഷിതാക്കളും കുട്ടികളോടൊപ്പം ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ഈ സ്കൂളിന്റെ പ്രിൻസിപ്പാള് സിസ്റ്റർ സൈനി, അവരോടൊപ്പം നിൽക്കുന്ന ഈ ഗവൺമെന്റിന്റെ മാനേജർ സിസ്റ്റർ ദിവ്യ, അതുപോലെ ഇവിടെ എത്തിയിരിക്കുന്ന വിവിധ ഗവൺമെന്റുകളിൽ നിന്നും ജനസേവന പ്രസ്ഥാനങ്ങളിൽ എത്തിക്കുന്ന മുഴുവൻ സിസ്റ്റേഴ്സും, അതുപോലെ ഇതിനെല്ലാം ഉപരിയായി എന്റെ കുറെ സുഹൃത്തുക്കളെ സ്റ്റേജിന് മുമ്പിൽ നിൽപ്പുണ്ട്. KPCC ജനറൽ സെക്രട്ടറി കെ നീലകണ്ഠൻ, DC സെക്രട്ടറി ഫൈസൽ, ശ്രീ ടോമി പ്ലാച്ചേരി അടക്കമുള്ള വിവിധ നേതാക്കന്മാരിവിടെയുണ്ട്. എല്ലാവരും ഞാൻ ജില്ലാ സെക്രട്ടറി ഹരീഷ് കുമാർ അടക്കമുള്ള എല്ലാ നേതാക്കന്മാരും എല്ലാവരും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്നും വിചാരിക്കരുത്. എല്ലാ ആൾക്കാരെയും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന് മുഴുവൻ നേതൃത്വം കൊടുക്കുന്ന മുഴുവൻ ടീച്ചേഴ്സിനെയും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ സ്റ്റേജിന് മുമ്പിൽ തന്നെ എല്ലാ മീഡിയ പ്രവർത്തകരുണ്ട്. അവരെയും ഞാൻ ഈ സ്കൂളിന് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്ന് ഈ യോഗത്തിൽ സംബന്ധിക്കാമെന്ന് ഇവിടെ എത്തായിരുന്ന വളാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്തോ അസൗകര്യം കാരണം അദ്ദേഹം എത്തിയെന്ന് പറഞ്ഞു. പിന്നെ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് ശ്രീ രാജീവ് കട്ടായം 2:30 വരെ വളരെ നമ്മളുടെ ഈ മിനിസ്റ്റർ നോക്കിയിരുന്നു. അദ്ദേഹത്തിന് 3:30 വണ്ടിക്ക് തിരുവനന്തപുരത്ത് പോകേണ്ടതുണ്ട്. അദ്ദേഹം എന്നെ വിളിച്ചിപ്പോഴും തുടങ്ങിയിട്ടുണ്ട്. മറ്റൊന്നും വിചാരിക്കരുത്, എന്റെ കൂടെ വേറെ ആൾക്കാരുണ്ട്, അതുകൊണ്ട് ഞാൻ പോവുകയാണ്. അവിടെ ഇവിടെ എത്തിയിരിക്കുന്ന മുഴുവൻ നല്ലവരായ നാട്ടുകാർക്കും രക്ഷിതാക്കൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ഭാരത്. ഈ സുദിന നിമിഷത്തിന് അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട PA രജനീഷ്. ഈ മീറ്റിംഗിന്റെ ഉദ്ഘാടനം നമ്മുടെ പ്രിയപ്പെട്ട കേരള സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രിയുമായ ശ്രീ ചെന്നിത്തല സാർ അവരുടെ സ്റ്റേജിലിരിക്കുന്ന KP കുഞ്ഞിക്കണ്ണൻ എന്റെ മുൻ 26 കൊല്ലം മുമ്പുള്ള സ്നേഹിതനും MLA-മായിരുന്നു. ഇന്നും ആ സ്നേഹം എന്റെ ഉള്ളിൽ ഞാൻ സൂക്ഷിക്കുന്നു. പ്രിയപ്പെട്ട കുഞ്ഞിക്കണ്ണൻ അവരുടെ സ്റ്റേജിലിരിക്കുന്ന വിശിഷ്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയ മാധ്യമ പ്രവർത്തകരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കുഞ്ഞുങ്ങളെ, വെള്ളരിക്കുണ്ട് സെയിന്റ് എലിസബത്ത് ഗവൺമെന്റ് സന്തോഷത്തിന് നിർവൃതിയിലാണ്. കാരണം വലിയൊരു മേഖലയുടെ സ്വപ്നമാണ് തങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് രാഷ്ട്രത്തിനും സമൂഹത്തിനും ഉപയുക്തമായ വ്യക്തിത്വങ്ങളായി മാറ്റി അതിലേറെ സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ സംസ്കാരത്തിൽ തോളോട് തോട് ചേർന്ന് വളർന്നു വന്ന നാടിന്റെ അഭിമാനമായി മാറുക എന്നത് ഏതൊരു രക്ഷിതാക്കളും ഇന്ന് ചിന്തിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളെ സാംസ്കാരിക സമ്പന്നതയ്ക്കും സാമ്പത്തിക മെച്ചത്തിനുമനുസരിച്ച് നല്ല വിദ്യാഭ്യാസം നൽകി നാടിനും അവർക്കും ഒരു അനുഗ്രഹമായി തീരാൻ വേണ്ടി നല്ല സ്കൂളിൽ അയക്കുക എന്നത് ഈ താലൂക്ക് ആസ്ഥാനത്ത് സെന്റ് എലിസബത്ത് സഹോദരിമാര് കഴിഞ്ഞ 10 കൊല്ലം മുമ്പ് സ്ഥാപിച്ച സ്കൂള് അതിന്റെ വിജയത്തിന്റെയും അതിന്റെ പുരോഗതിയുടെയും ചൈത്യയാത്ര വീണ്ടും പുതിയൊരു അധ്യായം തുറന്നുകൊണ്ട്, അതായത് പഠനകാര്യങ്ങളിൽ കാലോചിതമായ നല്ലൊരു കെട്ടിടം പണിത് അതിന്റെ ഔപചാരിക ഉദ്ഘാടനം നമ്മുടെ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ഇപ്പോൾ തന്നെ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ ധന്യ മുഹൂർത്തത്തിലുള്ള ഈ പൊതുസമ്മേളനം നമ്മുടെ ജീവിതത്തിൽ എന്തും മറക്കാത്ത ഒരു അനുഭവമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രഥമത ആഗ്രഹിക്കുകയാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അപക്വമായ വ്യക്തിത്വങ്ങളിൽ പക്വതയുള്ള അധ്യാപകർ ചെലുത്തുന്ന സ്വാധീനം എന്നാണല്ലോ ആധുനിക വിദ്യാഭ്യാസ വിചക്ഷണന്മാർ വിദ്യാഭ്യാസത്തെ കുറിച്ച് നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ രാഷ്ട്രത്തിന്റെയും നമ്മുടെ സ്നേഹ സംസ്കാരത്തിന്റെ ആത്മീയ സംസ്കാരത്തിന്റെയും തനിമയിൽ ഊർന്നു നിന്നുകൊണ്ട് സാഹോദര്യത്തിലും ഈ രാഷ്ട്രത്തിന്റെ നാനാത്വത്തിലുള്ള ഏകത്വത്തിലും അഭിമാനം കൊണ്ടുകൊണ്ട് ഈ സ്കൂള് നിർണായകമായി പങ്കുവഹിക്കട്ടെ എന്നും ഇവിടുന്ന് പുറത്തു വരുന്ന കുട്ടികൾ
നാടിനും നാട്ടുകാർക്കും അനുഗ്രഹമാകട്ടെ എന്നും എന്റെ ആശംസകളോടെ ഞാൻ ഈ അധ്യക്ഷ പ്രസംഗം ഉപസംഹരിക്കുന്നു. ജയഹാനം. To make our mission, aim and objectives a reality, with the management, staff members, students and parents put our efforts together very sincerely with due consistency. As the school believes in imparting value and education, we inculcate intellectual, physical, moral, spiritual and social values in the minds of the students. Our system is a blend of theory and practice in the right proportion to arrive at a comprehensive curriculum. School has a wide spectrum of co-curricular, extracurricular activities which serves as a springboard for the students' talents to bubble. We persuade our students to participate in all potential intra-school and inter-school competitions in a good spirit on state level and national level. Quite many of our students brought grants and scholarships. Varied club activities also vibrant in our school, like palliative care, JRC, Nallapadam, ECM, etc. Our herbal garden, birthday library, etc. are extensively appreciated by the society. Our students are also educated in cybercrime awareness, health and hygiene, time management, craft, sports, games, etc. We give due care to parents and staff members of our school with refreshing courses of parenting, teaching pedagogies fitting to new gen scholars. പ്രിയങ്കനായ മുൻ MLA CKP കുഞ്ഞിക്കണ്ണൻ, സ്വാഗതം ആശംസ CND വിൻസെന്റ്, സ്കൂൾ PTA പ്രസിഡന്റ്, നമ്മുടെ അക്കാഡമിക് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ജ്യോതി നിലപ്പറമ്പിൽ, ഇവിടെ സയൻസ് ബ്ലോക്ക് ലാബ് ഉദ്ഘാടനം ചെയ്ത സിസ്റ്റർ ട്രീസ, സ്കൂൾ കോട്ടയിൽ ഉദ്ഘാടനം ചെയ്ത സിസ്റ്റർ ഷൈനി തോമസ്, സ്കൂൾ പ്രിൻസിപ്പൽ, പ്രിയങ്കനായ അഡ്വക്കേറ്റ് CK ശ്രീധരൻ, പ്രിയപ്പെട്ട റീന ബിജു, പ്രിയപ്പെട്ട ടോണി വട്ടക്കൽ, ശ്രീ ബാബു കോഹിനു, ശ്രീ തങ്കച്ചൻ തോമസ്, ശ്രീ ബിജു, ഈ വേദിയിൽ സഹസ്രമുള്ള മറ്റ് വിശിഷ്ട അതിഥികളെ, അധ്യാപകരെ, രക്ഷകർത്താക്കളെ, സുഹൃത്തുക്കളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് സെന്റ് എലിസബത്ത് കോൺവെന്റ് സ്കൂളിലെ ഈ പുതിയ സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മത്തിൽ ഞങ്ങളോടൊപ്പം പങ്കെടുക്കുന്നത്. ഈ പ്രദേശത്ത്, ഈ വെള്ളരിക്കുണ്ട് എന്ന ഈ പ്രദേശത്ത് നമ്മുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകാൻ വേണ്ടിയാണ് സെന്റ് എലിസബത്ത് കോൺവെന്റിലെ സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു വിദ്യാലയം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷമായി മികച്ച നിലയിലുള്ള, മികച്ച രീതിയിലുള്ള ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഈ പ്രദേശത്തെ വിദ്യാർത്ഥികൾക്ക് നൽകാൻ ഈ വിദ്യാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വിദ്യാലയം മേൽക്കുമേൽ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് ഇന്ന് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. സെന്റ് എലിസബത്ത് കോൺവെന്റിന്റെ മുഴുവൻ ഭരണത്തെ നിയന്ത്രിക്കുന്ന സിസ്റ്റർ ജ്യോതി മേലപ്പറമ്പിൽ ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ ഞാൻ വരാമെന്ന് പറഞ്ഞ ദിവസം പരിപാടി മാറ്റിവെച്ചതുകൊണ്ട് സിസ്റ്റർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടായി. അതിന് ഞാൻ പ്രത്യേകം നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ്. സത്യത്തിൽ അന്ന് വരാൻ എനിക്കൊരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് മാറ്റിവെക്കേണ്ടി വന്നത്. ഏതായാലും ഈ മഹത്തായ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് വീണ്ടും വരാൻ കഴിഞ്ഞതിൽ ഞാൻ അതിയായ സന്തോഷം രേഖപ്പെടുത്തുകയാണ്. വളരെ പിന്നോക്കമായി നിൽക്കുന്ന മലയോര പ്രദേശങ്ങളിൽ ഇതുപോലെയുള്ള സിസ്റ്റേഴ്സിന്റെ ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളാണ് നമ്മുടെ വിദ്യാഭ്യാസത്തെയും സമൂഹത്തെയും ശക്തിപ്പെടുത്തുന്നത്. നമ്മുടെ സിസ്റ്റേഴ്സ് നടത്തുന്ന, അമ്മമാർ നടത്തുന്ന വിദ്യാലയങ്ങളെല്ലാം
വളരെ പ്രശസ്തമായ നിലയിൽ നടത്തുന്ന സ്ഥാപനങ്ങളാണ്. ഈ സ്ഥാപനങ്ങളുടെ ലാഭം പ്രതീക്ഷിച്ചല്ല സിസ്റ്റേഴ്സ് ഈ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നത്. സിസ്റ്റേഴ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ അവർക്കൊന്നും ലാഭമില്ല, അവരുടെ സാലറി ഒന്നുമില്ല, അതെല്ലാം സഭയ്ക്കുള്ളതാണ്. അപ്പൊ വ്യക്തിപരമായ ഒരു നേട്ടത്തിന് വേണ്ടിയല്ല അവരാരും പ്രവർത്തിക്കുന്നത്. സഭയുടെയും സമൂഹത്തിന്റെയും ഉന്നതിക്ക് വേണ്ടിയിട്ടുള്ള സിസ്റ്റേഴ്സിന്റെ ത്യാഗപൂർണമായ പ്രവർത്തനം, ആ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമാണ് വിദ്യാഭ്യാസം. നല്ല വിദ്യാഭ്യാസം നൽകാൻ, നമ്മുടെ കുട്ടികൾക്ക് ഭാവിയിൽ ഉയർന്ന നിലയിൽ വളർന്നു വരാൻ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രയോജനപ്പെടും. കഴിഞ്ഞ 10 വർഷമായി മികച്ച പ്രകടനമാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതെന്ന് എന്റെ സുഹൃത്തു കൂടിയായ PTA പ്രസിഡന്റ് സി വിൻസെന്റ് എന്നെ ക്ഷണിക്കാൻ വന്നപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി. ബഹുമാനായ അച്ഛനോട് ചൂണ്ടിക്കാണിച്ചതുപോലെ വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികളെ രൂപപ്പെടുത്തുന്ന ഒന്നാണ്. ഇരട്ടലിന്റെ കുട്ടികളെ വെളിച്ചത്തിലേക്ക് നയിക്കുകയാണ്. നമ്മുടെ കുട്ടികൾ ഒന്നിനും പുറകിലാകാൻ പാടില്ല. ഇന്ന് ലോകം മുഴുവൻ വലിയ മത്സരം നടക്കുന്ന ഒരു കാലമാണ്. ആ മത്സരത്തിൽ നമ്മുടെ കുട്ടികൾ പിന്നോക്കമാകാൻ പാടില്ല. ഇന്ന് ലോകം മുഴുവൻ നമ്മുടെ വിരൽത്തുമ്പിലാണ്. ലോകത്ത് നടക്കുന്ന ഏത് സംഭവങ്ങളും നമുക്ക് ഒരു നിമിഷത്തിനുള്ളിൽ അറിയാൻ കഴിയും. ഗൂഗിളിലൂടെ നമുക്ക് എല്ലാ വിവരങ്ങളും കിട്ടുന്നു. വിവര സാങ്കേതിക വിദ്യയുടെ വൻപിച്ച വളർച്ച ലോകത്തെ തന്നെ മാറ്റിമറിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെയും IT-യുമായി ബന്ധപ്പെടുത്തുവാനും അതുവഴി അവരുടെ വിദ്യാഭ്യാസ നിലവാരം വർദ്ധിപ്പിക്കുവാനും ഭാവിയിൽ ഉന്നതമായ തലങ്ങളിലേക്ക് അവർക്ക് വളർന്നു വരാനുള്ള അവസരം ഉണ്ടാകണം. ലോകത്ത് ജീവിച്ചിട്ടുള്ള മഹാന്മാരെല്ലാം നമ്മളെ പോലൊക്കെ തന്നെയാണ്. നമ്മൾ നന്നായി പഠിക്കുകയും വളരുകയും ചെയ്താൽ അവരെ പോലൊക്കെ വരാൻ കഴിയും. ഇന്ന് നമ്മുടെ ലോകം ധാരാളം വെല്ലുവിളി നേരിടുകയാണ്. The question is how to translate these challenges into opportunities. ലോകം നേരിടുന്ന വെല്ലുവിളികളെ എങ്ങനെ അവസരങ്ങളാക്കി മാറ്റാം എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. പുതിയ തലമുറ നമ്മൾ പഠിച്ച ആ സാഹചര്യത്തിലല്ല അവർ പഠിക്കുന്നത്. അവർക്ക് പുതിയ ലോകത്താണ് അവർ ജീവിക്കുന്നത്. അവർക്ക് അതിനനുസരിച്ച് അവരെ വിദ്യാസമ്പന്നരാക്കാനും അവരുടെ കഴിവുകളെ വികസിപ്പിച്ചെടുക്കാനും നമ്മുടെ അധ്യാപകർക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ മത്സരത്തിൽ അവർ പുറകിൽ പോകാതിരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ആധുനിക കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കാനും വളരാനും വികസിക്കാനും സമൂഹത്തിനാകെ പ്രയോജനകരമായി പ്രവർത്തിക്കാനുമുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കത്തക്ക വിദ്യാഭ്യാസമാണ് നൽകേണ്ടതായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിന് വലിയ അർത്ഥവ്യാപ്തിയുണ്ട്. മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസം നമുക്ക് നൽകാൻ കഴിയണം. നമ്മുടെ സമൂഹത്തെ പറ്റി, നമ്മുടെ കുടുംബങ്ങളെ പറ്റി, കുടുംബ ബന്ധങ്ങളെ പറ്റി മാത്രമല്ല, ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സാമൂഹ്യ പ്രതിബദ്ധതയോടെ വളരാനും വികസിക്കാനും പുതിയ തലമുറയെ പ്രാപ്തരാക്കുന്ന തരത്തിലുള്ള മികച്ച വിദ്യാഭ്യാസം നൽകാൻ നമുക്ക് സാധിക്കണം. പരീക്ഷ ജയിക്കുക മാത്രമല്ല, അതിനപ്പുറത്ത് സമൂഹത്തെയും സമൂഹത്തിൽ ജീവിക്കുന്ന സമസൃഷ്ടികളായ ജനങ്ങളെ പറ്റിയും ബോധ്യവും ഉത്തരവാദിത്വമുള്ള പ്രതിബദ്ധതയുള്ള സോഷ്യൽ കമ്മിറ്റ്മെന്റുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമ്മുടെ വിദ്യാഭ്യാസത്തിന് കഴിയണം. അത്തരം വിദ്യാഭ്യാസം നൽകാൻ സെന്റ് എലിസബത്ത് കോൺവെന്റ് സ്കൂളിന് കഴിയട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എന്റെ സൗകര്യത്തിന് വേണ്ടി പരിപാടി മാറ്റിവെച്ച് ഇന്നിവിടെ എനിക്ക് വരാനുള്ള അവസരം ഉണ്ടാക്കിയ സ്കൂൾ മാനേജ്മെന്റിനോടും PTA പ്രസിഡന്റ് വിൻസെന്റ് അടക്കമുള്ള എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഈ വിദ്യാലയത്തിന് എല്ലാ മംഗളങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. എന്നോടൊപ്പം MLA അടുത്തൊരു ചടങ്ങിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വളരെ അടുത്ത ബന്ധത്തിൽപ്പെട്ട ഒരു കല്യാണം ഉള്ളതുകൊണ്ടാണ് വരാൻ കഴിയാതെ പോയത്. അദ്ദേഹത്തിന്റെ ആശംസകൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ വിദ്യാലയത്തിന് എല്ലാ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ പുതിയ ബിൽഡിംഗ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം.
നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ ആഭ്യന്തരമന്ത്രിക്ക് ഈ എൽസോത്ത് ഗവൺമെന്റ് ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ഒരു ഉപകാര സമർപ്പണമാണ് ഇപ്പോൾ. അതിന് അദ്ദേഹത്തെ ഞങ്ങൾ ആദരമായി ശ്രമിക്കുകയാണ്. ഒരു സ്നേഹപൂർണമായ ആശംസ നേരാനും നിർദ്ദേശങ്ങൾ നൽകാനും സമാരാധനായ നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല എത്തിയിട്ടുണ്ട്. അദ്ദേഹം നിങ്ങളോട് സംസാരിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള കൃതജ്ഞത ഞാൻ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ 2 വാക്ക് DCL സ്റ്റേറ്റ് ലെവൽ ഏറ്റവും നല്ല DCL ശാഖയ്ക്കുള്ള സമ്മാനം സെന്റ് എലിസബത്ത് സ്കൂളിലാണെന്ന് ഇന്നലെ മിസ്റ്റർ രാജീവ് വടക്കൽ അറിയിച്ചു. അതിനനുസരിച്ച് ഞങ്ങൾക്ക് ട്രോഫി തന്നിട്ടുണ്ട്. ഞാൻ മിസ് ധന്യ വർഗീസിനെയും ഇമാനുവൽ പോൾ ജോണിനെയും സ്റ്റേറ്റിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങുന്നതിനായിട്ട് ക്ഷണിക്കുകയാണ്. പ്ലീസ് ഡു കം ഫാസ്റ്റ്. ബിസി ഷെഡ്യൂൾ. Builders, Mr. Jason, audience വേഗം സ്റ്റേജിലേക്ക് എത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു.